റെഡി അല്ലേ? അല്ലേ? ഇനി ഒന്ന് പറഞ്ഞു നോക്കി, ശരിക്കും ആ ഓർമ്മ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി. ആ പറച്ചിലിൽ എന്തുണ്ടാവണം നിങ്ങള് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം. الناقص اللفيف المفروق اللفيف المقرون. ക്ലിയർ അല്ലേ? ഇന്ന് പറഞ്ഞാണേ സ്പീഡില്. المثال الأجوف الناقص اللفيف المفروق اللفيف المقرون. പേര് 5 ക്ലിയർ അല്ലേ അപ്പൊ? അല്ലേ? ഒന്നുകൂടി പറയണമെന്നുണ്ടോ? ഒന്നുകൂടി പറയുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞു. المثال الأجوف اللفيف الناقص اللفيف المفروق اللفيف المقرون. റെഡി അല്ലേ? ഇനി പറയേണ്ടതുണ്ടോ? ഇനി പറയേണ്ടതുണ്ടോ? ഒന്നുകൂടി പറയാം അല്ലേ? ഒന്നുകൂടി പറയാം. المثال الأجوف الناقص اللفيف المفروق اللفيف المقرون. ആ 3 എണ്ണം ഒരു സൗണ്ടിലും ആ അടുത്ത 2 എണ്ണം ഒരു സൗണ്ടിലും പറഞ്ഞാൽ മതി. എങ്ങനെ? അൽമിസാല് അല്ലജ്വഫ് അന്നാഖിസു അൽമിസാല് അല്ലജ്വഫ് അന്നാഖിസു അല്ലഫീഫ് അൽമഫ്റൂഖു അല്ലഫീഫ് അൽമഖ്റൂൻ. റെഡി അല്ലേ? ഇനി നോക്കിയേ. അൽമിസാൽ എന്താ? മാ കാന അവ്വലുഹു ഹർഫ ഇല്ലത്തിൻ. ശരിക്കും ഇറാബ് ക്ലിയർ ആക്കണം. മാ കാന അവ്വലുഹു ഹർഫ ഇല്ലത്തിൻ. ഒന്നുകൂടി. ما كان أوله حرف علة. രണ്ട് الأجوف ما كان وسطه حرف علة. الناقص ما كان آخره حرف علة. ما كان آخره حرف. ഇത് മൂന്നൊന്നും ഒന്നിച്ചെന്ന് പറഞ്ഞു നോക്കി. المثال ما كان أوله حرف علة الأجوف ما كان وسطه حرف علة الناقص ما كان آخره حرف علة. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് ഈ മൂന്നും ഒന്ന് ആരാന്ന് വേഗത്തിൽ പറയാം. പറഞ്ഞോളെ. അല്ലല്ല പേര് പറയണം. ഒന്ന് المثال 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 ما كان أوله حرف علة حرف علة حرف علة. أجوف الأجوف 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 ما كان وسطه حرف علة حرف علة. ناقص الناقص الناقص ما كان آخره حرف حرف علة. حرف علة എല്ലാം അങ്ങനെ തന്നെ വരുന്നത്. അവലുഹു വസത്തുഹു ആഖിറുഹു ഒക്കെ ആ ഒരു ഓർഡറല്ല. രണ്ടാമത്തത് എന്താണ്? ഹർഫ ഇല്ലത്തിൻ ഹർഫ ഇല്ലത്തിൻ ഹർഫ ഇല്ലത്തിൻ. ഉണ്ടെങ്കിൽ ഒരേ ഓർഡറിലാണ് വരുന്നത്. ഒരേ ഓർഡറിലാണ് വരുന്നത്. ഇത് ശരിക്കും അവിടെ എഴുതുകൂടി ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾ ഇതിലും പെട്ടെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ പഠിച്ചു എന്ന് വരും. നമ്മൾ അതിന്റെ സമയം കൂടി പോണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ചൂടായി. ക്ലിയർ അല്ലേ? 3 എണ്ണം. ഇനി അടുത്തത് اللفيف المفروق ما كان أوله وآخره حرفي إلا حرفي إلا. അതിന്റെ പ്രത്യേകത അവിടെ മാത്രമേ ചെറിയൊരു മാറ്റം വരുന്നത്. ഹർഫൈ ഇല്ല. എന്താ ഇല്ലത്തിന്റെ 2 അക്ഷരങ്ങൾ എന്നർത്ഥം. ഹർഫൈ ഇല്ല. الأجوف اللفيف المفروق പറഞ്ഞാല് ما كان أوله وآخره حرفي إلا. അടുത്തത് اللفيف المقرون ما كان وسطه وآخره حرفي علة حرفي علة. ഇനി നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെ? ഒരക്ഷരം ഉള്ളത് 2 അക്ഷരം ഉള്ളത് രണ്ട് ഉള്ളത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പറ്റും? ഇല്ല. ഒന്നുള്ളതല്ലോ. ലഫീഫ് മഫ്റൂഖ് 2 തന്നെ ഉണ്ടല്ലോ. ആദ്യത്തിലും അവസാനത്തിലും വരുന്നില്ലേ? ഒന്നില് ഈ ഫസ്റ്റ് 3 എണ്ണം സിംഗിൾ പിന്നെ 2 എണ്ണം വരുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്ന. ലഫീഫ് എന്താ വെച്ചാല് പിന്നെ കുറവുള്ളത് ന്യൂനത ഉള്ളത് പോരായ്മ ഉള്ളത് തന്നെയാണ് അർത്ഥം. ഈ പിന്നെ മിസാരി എന്ന് പറയുന്നതും അതേപോലെ തന്നെ അജോഫ് എന്ന് പറയുന്നതും നാഫീസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഓരോ സ്ഥാനത്തിനനുസരിച്ച് കുറവുള്ളത് പോരായ്മ ഉള്ളത് എന്നാണ്. ഊനാക്ഷരം
എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ് ഞാൻ മലയാളത്തിൽ വിവർത്തനം കൊടുക്കുന്നത്. ഊനാക്ഷരം നമുക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലായിക്കൊള്ളാമില്ല എൻ്റെ ഈ ഊനാക്ഷരം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ വേഗം പറയുന്നത് നിസ്സാര പറഞ്ഞാൽ ആദ്യത്തിലെ അക്ഷരം ഇല്ലത്തിൻ്റെ മധ്യത്തിലെ അക്ഷരം ഇല്ല, വേഗം നമുക്ക് മനസ്സിലാവും. പിന്നെ ആ കറക്റ്റ് ഈ കൊലത്തിലെ അർത്ഥമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ എന്താ നിങ്ങൾ ചോദിക്കുന്നില്ല. അതിന്റെ ആ നിലയ്ക്കുള്ള ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ പോകാം. അപ്പൊ ഇത് 5 നമ്മുടെ മനസ്സിൽ ശരിക്കും ഉണ്ടാവണം. നമുക്ക് ഓർഡറിലൊന്ന് വേഗത എന്ന് പറയാൻ, എന്നിട്ട് അവസാനം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വേഗം പോകണം. പറഞ്ഞോളൂ. ഇങ്ങനെ ഈ പാഠം മൊത്തം നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവണം. എന്താണ്? ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട്, രോഗത്തിലുള്ള അക്ഷരങ്ങളെയും പരിഗണിച്ചുകൊണ്ട് വെർബുകളെ രണ്ടായി തിരിക്കുന്നു. നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ഈ പാഠത്തിന് പിക്ചർ ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഈ പിക്ചറൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. പിന്നെ എന്താ പറയാ, നമ്മളെ അന്വേഷക ഇതിന്റെ മുന്നേ ഒരു ചാർട്ടൊക്കെ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് കൊണ്ടുവരണം. അന്വേഷക നല്ല ഒരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാല് ഇസ്മുകള് അദ്ദേഹം മുമ്പ് നാട്ടിൽ വരുന്നത് പോയ സമയത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഒരു ചാർട്ട് നമുക്ക് അതിന് കൂടുതൽ അതിന്റെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാത്ത കാരണത്താൽ അദ്ദേഹം അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ഇവിടെ ചാർട്ടായി തന്നെ ഇൻഷാല്ലാ ഫീൽഡിലേക്ക് വെക്കണം. അതായത് ഇസ്മുകളെ എല്ലാ ഇസ്മുകളും അറബിയിൽ ഏതെല്ലാം ടൈപ്പ് ഇസ്മുകളുണ്ടോ ആ ഇസ്മുകളുടെ പേരുകൾ, അതിന്റെ നിയമങ്ങൾ, അത് ചെറുതായിട്ട് ഇങ്ങനെ. അതേപോലെ തന്നെ പിന്നെ നസ്ബ് റഫ്അ് വരുന്ന ഇസ്മുകൾ ഏതെല്ലാം, നസ്ബിന്റെ സ്ഥാനത്തിൽ വരുന്ന ഇസ്മുകൾ ഏതെല്ലാം, അതിന് പ്രത്യേക പേരുകളുണ്ട്. ഇപ്പൊ റഫ്ഇന് വരുന്ന ഒന്ന് ഫായില്, നായിബ് ഫായില് പോലെ. മഫ്ഊലിന് നസ്ബാണ് ഉണ്ടാവുക. റഫ്അ് വരുന്നതാണ് ഫായിലും നായിബ് ഫായിലും. അതേപോലെ തന്നെ നസ്ബിന് വരുന്ന അങ്ങനെ. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. പിന്നെ സൈറ്റിൽ നോക്കി ചാർട്ട് ഉണ്ടാക്കി വെച്ചതില്ലേ. പക്ഷെ എന്താ വെച്ചാല് ഈ ചാർട്ട് ഉണ്ടാക്കി വെച്ചതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പരിശോധിക്കണം. കാരണം ഒരു അബദ്ധം, ഒരു തെറ്റ് ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ചും അത് പ്രിന്റ് ചെയ്തിട്ട് വെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നതാണ്. ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റുണ്ടാവില്ല. അതേസമയം പറഞ്ഞു കൊടുത്തിട്ട് തെറ്റായി പറഞ്ഞു കൊടുത്തിട്ട് അത് പഠിച്ച ഒരാൾ പോയി അതിന്റെ കുറ്റം പോയി നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നോക്കണം, പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ മുന്നേ നമുക്ക് കൊണ്ടുവന്നിരുന്നു, നല്ല രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒന്ന് നമുക്ക് ഉണ്ടാക്കണം. അതാണ് തൗഫീഖ് ഉണ്ടാവട്ടെ. അപ്പൊ ഒരുപക്ഷെ കുറച്ചിങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം അത് ഉണ്ടാക്കാനും കഴിയും. അതല്ല തൗഫീഖ് തരട്ടെ, അതെല്ലാം കഴിവും തരട്ടെ. ആമീൻ. അപ്പോ പാഠം ചുരുക്കി പറഞ്ഞാൽ, ഈ പാഠം ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. ഞാൻ ഇത്ര വിശദീകരിച്ച് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. വെർബുകളെ പറ്റി പറയുന്ന പാഠങ്ങളുടെ ഒരു എടുത്ത് മർമ്മപ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വെർബുകളെ പറ്റി അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമവും നിർബന്ധമാണ്. ഇത് പ്രത്യേകിച്ചും 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 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിയമമാണ്. ഈ വെർബുകളുടെ ഈ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത് എന്താണ്? സ്വഹീഹിനെ 3 ആയി തിരിക്കുന്നു, മുഅത്തലിനെ 5 ആയി തിരിക്കുന്നു. ആരോഗ്യമുള്ള, രോഗം ബാധിച്ച എന്ന ഗണത്തിലാണ് ഇവ രണ്ടിനെയും വേർതിരിക്കുന്നത്. ഇല്ലത്തിന്റെ അക്ഷരമായ അലിഫ്, വാവ്, യാ, ചുരുക്കി പറയണം, അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ ഒരു വെർബിൽ വന്നാൽ അവയെ മുഅത്തലായ പേര് എന്നും ഇവ വരാത്ത പേരുകളെ സ്വഹീഹ് എന്നും പറയുന്നു. ഇതാണ് സ്വഹീഹും മുഅത്തലിനെയും വേർതിരിക്കുന്നത്. എന്നാൽ സ്വഹീഹിനെ 3 ആയി വിഭജിക്കുന്നു. 1, 2, 3. 1 സാലിം, അസ്സാലിം. 2 അൽ മഹ്മൂസ്. 3 അൽ മുദഅഫ്. സാലിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു അക്ഷരം ഹംസ ഇല്ലാത്തതോ ഇരട്ടിച്ച് ഒരേ ഗണത്തിൽ വരാത്തതോ ആയ പേരുകൾ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഏതെങ്കിലും അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹംസയായിരുന്നാൽ, മാക്കാന എന്താ പറഞ്ഞത്, അഹദു ഹുറൂഫിഹിൽ അസ്ലിയ ഹംസതൻ. സാലിം എന്ന് പറഞ്ഞാൽ എന്താ? മാക്കാന ഖാലിയം മിനൽ ഹംസി വതദഈഫ്. ഹംസ സാലിമും മഹ്മൂസും കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന മുദഅഫ്. മുദഅഫ് എന്ന് പറഞ്ഞാൽ മാക്കാന ഹർഫഹു സാനി വസ്സാലിസ് മിൻ ജിൻസിൻ വാഹിദ് എന്ന ഒരേ ഇനത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ ഗണത്തിൽ ഒരേ ഇനത്തിൽ വന്നാൽ അതിന് പറയുന്ന പേരാണ് തദഈഫ് അല്ലെങ്കിൽ മുദഅഫ് എന്ന് പറയുന്നത്. ഇതാണ് സ്വഹീഹായിട്ട് 3 എണ്ണമായിട്ട് എണ്ണുന്നത്.
സ്വഹീഹ് കഴിഞ്ഞാൽ മുഅത്തല്ല. മുഅത്തല് 5 ടൈപ്പാണ്. 5 വിഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ഇല്ലത്തുള്ളത്, മധ്യത്തിൽ ഇല്ലത്തുള്ളത്, അവസാനത്തിൽ ഇല്ലത്തുള്ളത്. ആദ്യത്തിലും അവസാനത്തിലും ഇല്ലത്തുള്ളത്, മധ്യത്തിലും അവസാനത്തിലും ഇല്ലത്തുള്ളത്. ഈ സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് 5 ആയിത്തിരിക്കുന്നു. ഒന്ന് അൽ മിസാൽ. മിസാൽ എന്ന് പറഞ്ഞാൽ മാകാന അവ്വലുഹു ഹർഫ ഇല്ലത്തിൻ, ആദ്യത്തിൽ ഇല്ലത്തുണ്ടായിരുന്നാൽ. രണ്ടാമത് അൽ അജ്വഫ്, മാകാന വസതുഹു ഹർഫ ഇല്ലത്തിൻ, മധ്യത്തിൽ ഇല്ലത്തിന്റെ അക്ഷരം ഉണ്ടായിരുന്നാൽ. കാലയെ പോലെ, കാമയെ പോലെ, സോമയെ പോലെ. മറ്റത് വഹബയെ പോലെ, വജിദയെ പോലെ, വഹബയെ പോലെ, ആദ്യത്തിൽ ഇല്ലത്തുള്ളത്. യഈസയെ പോലെ ആദ്യത്തിൽ ഇല്ലത്തുള്ളത്. അതേപോലെ തന്നെ മധ്യത്തിൽ അൽ അജ്വഫ്. മൂന്നാമത്തത് അന്നാഖിസ്. അന്നാഖിസ് മാകാന ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ, റമയെ പോലെ, അതേപോലെ തന്നെ പിന്നെ റഅയെ പോലെ, അതേപോലെ തന്നെ പിന്നെ എന്താണ് എന്താണ് തൊകയെ പോലെ, അവസാനത്തിൽ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ. തൊക എന്ന് പറഞ്ഞാൽ എന്താണ് അതിക്രമിച്ചു എന്നൊക്കെ അർത്ഥം. അറിയില്ല പദം ഏതാണെന്ന് പറഞ്ഞാൽ തൊക എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിച്ചു എന്നാണ്. തൊക തുകയാൻ, തുകയാൻ അതിക്രമം കാണിച്ചു തൊക. അപ്പോ എന്താണ് അവസാനത്തിൽ ഇല്ലത്തിന്റെ അക്ഷരമുള്ളത്. മാകാന ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ. അടുത്തത് അൽ ലഫീഫ് അൽ മഖറു അൽ മഫ്റൂഖ്, ആദ്യത്തിലും അവസാനത്തിലും. മാകാന അവ്വലുഹു വആഖിറുഹു ഹർഫൈ ഇല്ലത്തിൻ, അതാണ് അൽ ലഫീഫ്. അല്ല തവാ അല്ല എന്താണ് ഇതുപോലെ പിന്നെ വഅ പോലെ, വഖ പോലെ, ഇതവിടെ പറഞ്ഞു വഅ പോലെ ഉള്ള പേരുകൾ ആദ്യത്തിലും അവസാനത്തിലും. അവസാനത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അൽ ലഫീഫ് അൽ മഖറൂൻ എന്നാണ്. രണ്ട് മധ്യത്തിലും അവസാനത്തിലും ചേർന്ന് നിൽക്കുന്നത്. അതിന് പറയുന്ന പേരാണത് അൽ ലഫീഫ് അൽ മഖറൂൻ. ഏതാണ് തവാ പോലെ, അവ പോലെ, അതേപോലെ തന്നെ ലവ പോലെയുള്ള പേരുകൾ. ഇതിനാണത് അൽ ലഫീഫ് അൽ മഖറൂൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇത്തരം ഫീലുകളിൽ നിന്നും അംറ് ഉണ്ടാക്കാൻ നമുക്കറിയണം. ഇത്തരം ഫീലുകളുടെയും മുദാരി നമുക്കറിയണം. ഇങ്ങനത്തെ ഒരു ഫീലിൽ തന്നെ ഒരു ഫീലിന് നമുക്ക് 14 വിഭാഗമായ സർഫാക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ മുദാരി കിട്ടിയാൽ 14 രൂപ ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇനി അതല്ലാത്ത ഒരുപാട് വിഭാഗങ്ങൾ ഒരു ഫീലിൽ നിന്ന് ഉണ്ടാക്കാൻ കിട്ടോ. ഒരു വെർബിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങൾ വിചാരിച്ച് 14 ഒരു ഫീലൊന്നല്ല ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു മാലി കിട്ടിയാൽ അതിനെ നമ്മള് മനസ്സിലാക്കിയെടുത്തോളം ഒരു മാലി അതിന്റെ മുതാരി, ആ മാലിക്ക് 14 രൂപ ഉണ്ട്, ഒരു മുതാരിക്ക് 14 രൂപ ഉണ്ട്. അത്രേ ഉള്ളതാ? അല്ല, അല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്, അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയും കാര്യങ്ങൾ. അതിന്റെ ഇസ്മുഫായില്, അതിന്റെ ഇസ്മുഫൂല്, അതേപോലെ തന്നെ അതിന്റെ മസ്ദർ, അതേപോലെ തന്നെ അത് ഒരാൾ ചെയ്യരുതെന്ന് എങ്ങനെ പറയാ, അതേപോലെ 2 ആൾക്കാർ ചെയ്യരുതെന്ന് എങ്ങനെ പറയാ, 3 ആൾക്കാർ ചെയ്യരുതെന്ന് എങ്ങനെ പറയാ, ഒരു പെണ്ണിനോട് ചെയ്യരുതെന്ന് എങ്ങനെ പറയാ, ഒരു 2 പെണ്ണുങ്ങളോട് ചെയ്യരുതെന്ന് എങ്ങനെ പറയാ, എഴുതരുത്. ഇപ്പൊ എഴുതുക എന്നുള്ളതാണെങ്കിൽ എന്താ പറയാ, കത്തബ. ലാ തക്തുബ് ഒരു ആണിനോട്, ലാ തക്തുബ ഒരു 2 ആണുങ്ങളോട്, ലാ തക്തുബു 3 കൂടുതൽ ആണുങ്ങളോട്, ലാ തക്തുബി ഒരു പെണ്ണിനോട്, ലാ തക്തുബ ഒരു പെണ്ണിനോട്, 2 പെണ്ണുങ്ങളോട്, ലാ തക്തുബിന എന്ന് പറഞ്ഞാൽ 3 കൂടുതലോ പെണ്ണുങ്ങളോട്. അതേപോലെ തന്നെ ഒരു ആണിനോട് നീ എഴുതുന്ന എങ്ങനെ പറയാ, 2 ആണുങ്ങളോട് എങ്ങനെ എഴുതുന്ന പറയാ, കുറെ ആൾക്കാരോട് എങ്ങനെ എഴുതുന്ന പറയാ, ഒരു പെണ്ണിനോട് എങ്ങനെ എഴുതുന്ന പറയാ, 2 പെണ്ണുങ്ങളോട് എങ്ങനെ എഴുതുന്ന പറയാ, കുറെ പെണ്ണുങ്ങളോട് എങ്ങനെ എഴുതുന്ന പറയാ, അവൻ എഴുതട്ടെ എന്ന് എങ്ങനെ പറയാ, അവർ 2 പേര് എഴുതട്ടെ എന്ന് എങ്ങനെ പറയാ, അവര് കുറെ പെണ്ണുങ്ങൾ എങ്ങനെ എഴുതട്ടെ എന്ന് പറയാ, അവൾ എഴുതട്ടെ, അവർ 2 പെണ്ണുങ്ങളെ എഴുതട്ടെ, അവർ കുറെ പെണ്ണുങ്ങൾ എഴുതട്ടെ എന്ന് എങ്ങനെ പറയാ. ഇങ്ങനെ തുടങ്ങിയിട്ട് എഴുതുന്ന പെണ്ണ്, എഴുതുന്ന ആണ്, എഴുതുന്ന ഒരുത്തൻ, എഴുതുന്ന 2 ആൾക്കാർ, എഴുതുന്ന കുറെ ആൾക്കാർ, എങ്ങനെ പറയാ. ഇങ്ങനെ ആ എഴുത്തിന്റെ ഒരു നൂലാമാല നമുക്ക് കാണാൻ പറ്റും. അത്രയും ഇപ്പോഴും മുഴുവനായിട്ടില്ല. ഇഷ്ടംപോലെ ഒരു പദത്തിൽ നിന്ന് എത്രമാത്രം ഉണ്ടോ അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചാൽ, തഹ്ഖീഖാക്കി വെച്ചാൽ അതുണ്ടല്ലോ, പിന്നെ നമ്മൾ ആ പദം എവിടെ കണ്ടാലും നമുക്ക് അതിന് ഏത് കോലത്തിൽ വന്നാലും നമുക്ക് അതിന് അർത്ഥം പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല, ഒരായത്തിങ്ങനെ നോക്കിയാൽ അതിനർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലായി. ഒരു ഹദീസ് ഒരാളിങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിൽക്കുക അവിടെ ഏറാബ് തെറ്റിയെന്നല്ല, ഒന്നൊരു വായിച്ചാൽ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ്
ക്ലിയർ ആകണം. പക്ഷെ അത് വേറെ ആളോട് പറയുന്നതിന് പകരം നമുക്ക് തിരുത്താനാണ് ആദ്യം വേണ്ടത്. നമ്മൾ മനസ്സിലാക്കി തിരുത്താനും നമുക്ക് കൂടുതൽ പഠിക്കാനും അത് നമ്മുടെ അമലുകളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഇത് സഹായമാകണം. അപ്പോഴേ ഈ സുബഹിക്ക് ശേഷം വന്ന ഈ സമയങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അപ്പോ കണ്ടോ, ഇതാണ് നമ്മുടെ ഈ വിഷയങ്ങൾ. ഇനി ഇതിൽ നമ്മള് മനസ്സിലാക്കാനുള്ള ചില അമ്ര ഫീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ വഴിയെ നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞു പോരലായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പറഞ്ഞ എന്താ പറയുക, ഒരു വെർബിൽ തളഞ്ഞു കിടക്കും നമ്മള്. ആ പഠനം വേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു പ്രാരംഭ പഠനത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ഒരു ഭാഗങ്ങൾ തീർന്നിട്ട് പിന്നീട് നമുക്കിങ്ങനെ ഓരോന്നിനെയും തഹ്കീഖാക്കി പോകണം. അപ്പൊ ശരിക്കത് നല്ല ഉപകാരം. ആദ്യം എന്ത് ചെയ്യണം? ഇപ്പൊ ചോദിച്ചാൽ നമ്മള് ഈ കാന എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചില്ലേ? കാന എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാനയെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പോകുന്നു നമ്മൾ പെട്ടെന്ന് ഇവിടേക്ക് എത്തി ആ വെറുബിനെ പറ്റി പറയാൻ വേണ്ടി വന്നപ്പോഴാണ്. അപ്പൊ കാന എന്ന് പറയുന്നത് പല ടൈപ്പ് കാനകളുണ്ട്, അതിലൂടെ അങ്ങനെ നമ്മൾ പോകുന്നില്ല. ശരി, അപ്പൊ ഇതാണ് പിന്നെ വെർബുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം. ഇത് നമുക്ക് പോകാനുള്ള തിരിച്ച് നമ്മള് പിന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക് പോകണം. ശരിക്കും ഇതിന്റെ എന്താണ് കുറെ അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. ആ അഭ്യാസങ്ങളിലേക്കൊക്കെ പോയാൽ നമുക്ക് ശരിക്കും അത് ലെവലാകും. ഒരുപാട് പദങ്ങളുണ്ട്. കേട്ടാൽ നമുക്ക് തോന്നും പടച്ചോന്റെ അറബി തന്നെയാണോ അതോ വേറെ വല്ല ഭാഷയാണോ എന്ന് തോന്നും. അങ്ങനത്തെ ചില പദങ്ങൾ ഞാൻ ഒന്നുമില്ല, ചില വാചകങ്ങൾ നമ്മൾ കേട്ടാൽ നമുക്ക് തോന്നുന്നു അങ്ങനത്തെ കേട്ടോ. ലീ കിതാബുൻ ഹുവ അനീസി ഫീ വഹ്ശതി ഇൻ ദഅഉതുഹു ദനാ വ ഇൻ സഅൽതുഹു ശഫാ വ കഫാ ലാ യظن ഇദാ ظن الزمان വലാ യജ്ഫു ഇദാ ജഫാ അൽ ഖല്ലാൻ. ഈ ഓരോ പദങ്ങളുണ്ടല്ലോ, ശരിക്ക് ഓരോ പദങ്ങളും ശരിക്കും ഓരോ പദത്തിന്റെയും അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് പറയാൻ കഴിയൂ. ജഫ ഷഫ ഇതൊരു ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ട് അതിൽ നിന്നും ഫീലുകളെ വേർതിരിക്കാൻ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതേപോലെ വേർതിരിക്കാൻ കഴിയണം. അങ്ങനെ വേർതിരിക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞാൽ ആ ഭാഗം കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം. അങ്ങനെ കിട്ടണം നമ്മൾ. ഇതിപ്പോ നമ്മള് ഒരു നിയമം മാത്രം ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. നിയമം മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, അത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴാണ് ശരിക്കും അത് പഠിക്കുക. ഇപ്പൊ ഇതുപോലെ അങ്ങനെ തന്നെയല്ലേ വക്കീല് അയാള് പിന്നെ അയാളുടെ കോഴ്സ് കഴിഞ്ഞാൽ അയാൾക്ക് വാദിക്കാൻ കഴിഞ്ഞോളന്നുണ്ടാവില്ല. അയാളെ എക്സ്പീരിയൻസിലൂടെ വരുമ്പോഴാണ് ശരിക്കും വാദിക്കാൻ കഴിയും പോലെ. അപ്പോ അതിലേക്ക് നമ്മൾ പോകണോ? പോകണമെന്നും പറയാണ്ട് അങ്ങനെ പോണോ എന്ന് ചോദിക്കാനുണ്ട് പറഞ്ഞേ. അല്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങള് ഈ ആദ്യ ഭാഗത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് രണ്ടാമതായിട്ട് അതിന്റെ സ്ഥാനത്തിലേക്ക് വരുമ്പോ നമുക്ക് ശരിക്ക് വിശദമായിട്ട് ഒന്നുകൂടെ നമുക്ക് പോകാം. എന്തായിരുന്നാലും ഇത് നമ്മളെ മനസ്സിൽ ശരിക്ക് തങ്ങി നിൽക്കണം. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വേഗത്തിൽ അത് ആ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ശരി, നമ്മള് മാളിയായ ഫീലുകളിൽ നിന്നാണ് മുലാരിയായ ഫീലെന്നും അംറിന്റെ പേരും പറഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പോയത്. ഫീല് അംറ് ഉണ്ടാക്കുന്ന നിയമം നമ്മൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫീല് അംറ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ അതിലേക്ക് രണ്ടാമത് തിരിച്ചു വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ഫാഇൽ എന്ന വിഭാഗത്തിലേക്ക് നമുക്ക് വരണം. ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് വരണം. വേഗം നമുക്ക് ഇന്ന് ക്ലിയർ ആകണം. എന്താണ് അംറ് ഉണ്ടാക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? സ്ത്രീകളൊന്ന് മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റില്ല. ആദ്യം പണ്ടൊരാളെ പറഞ്ഞ് പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി എന്താണ് ചെയ്തത്? അയാളെ കിതാബ് എടുത്തായിരുന്നു. ആ വഅലൈക്കും അസ്സലാം എന്നാണ്. അപ്പൊ എന്താണ് സലാം പറഞ്ഞാൽ കാട്ടുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രാക്ടിക്കലായി. അപ്പൊ അങ്ങനെ നിങ്ങളെ പറയണമെന്നില്ല കേട്ടോ. അംറ് എന്താണ്? ആദ്യം എന്താക്കണം? മുളാരിയാക്കണം. ആദ്യം മുളാരിയാക്കണം. പിന്നീടോ മുളാറാത്തിന്റെ അർഫിനെ കളയണം. അങ്ങനെ പറയണം, മുളാറാത്തിന്റെ അർഫിനെ കളയണം. എപ്പോ?
അക്ഷരത്തിന് തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തിൽ ശരി, ഇങ്ങനെയാണ്. ആദ്യം ഒന്ന് മുളാരിയാക്കുക, രണ്ട് മുളാറാത്തിന്റെ അർഫിനെ കളയുക, മൂന്നാമത്തത് തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ ആദ്യത്തിൽ ഒരു അലിഫിനെ കൊടുക്കുക. പിന്നീടോ ആ അലിഫിന്റെ ഏറാബാണ് പിന്നെ നിശ്ചയിക്കുന്നത്. അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുന്നത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ അലിഫിന് ലമ്മ് എടുക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ കസ്ർ കൊടുക്കുക. സാധാരണ പറയാറ് എന്താ നിങ്ങള്, ലമ്മാണെങ്കിൽ ലമ്മ് കൊടുക്കുക, ഫത്ഹോ കസ്റോ ആണെങ്കിൽ കസ്ർ കൊടുക്കുക എന്നാണ്. അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി ലമ്മാണോ നോക്കുക, ആണെങ്കിൽ ലമ്മ് കൊടുക്കുക, പിന്നെ തിരിഞ്ഞു നോക്കണ്ട, വേറെ എന്താ പറഞ്ഞു നോക്കണ്ട, കസ്ർ കൊടുക്കുക. ഫത്ഹാണെങ്കിൽ ലമ്മാണെങ്കിൽ കസ്ർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ കസ്ർ കൊടുത്താൽ മതി. അതിനാണ് ഈ ഫത്ഹാണെങ്കിലും ലമ്മാണ് കസ്റാണെങ്കിലും ഒക്കെ പറഞ്ഞതിന് ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ വരാ ഫത്ഹാണ്, അല്ലെങ്കിൽ കസ്റ വരിക. അപ്പൊ അവ രണ്ടും വന്നാൽ കസ്റാട്ടോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു വിശദീകരണമാണ്. ആ വിശദീകരണം അവിടെ പറയേണ്ട ആവശ്യമില്ല. ലമ്മാണെങ്കിൽ ലമ്പ്, അല്ലെങ്കിൽ ശരി. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. ഇതാണ് നമ്മുടെ നിയമം. ഇനി ഇത്തരത്തിലുള്ള ഫീലുകളൊക്കെ വന്നാൽ ഇതിപ്പോ നമ്മൾ പഠിച്ച കുറെ സുഖമില്ലാത്ത കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമറുണ്ടാക്കാൻ അറിയണം. ഞാനൊരു ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതുപോലെ ഇതാണ് നമ്മൾ അറിയേണ്ട പേര്. അതുപോലെ വക്ക. എന്താണ് വക്ക എന്ന് പറഞ്ഞാൽ? എന്താ വക്ക എന്നാല്? കാത്തു സൂക്ഷിച്ചു, കാത്തു സൂക്ഷിച്ചു, അല്ലെങ്കിൽ രക്ഷിക്കുക എന്നൊക്കെയാണ് വക്ക. അപ്പൊ വക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ മുളാരി എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? മുളാരി ആകണം. വക്ക എന്ന് പറഞ്ഞാൽ മുളാരി എന്താണ്?